പൊടിപൂരം എന്ന കവിതയുടെ ആശയം കേട്ടു നോക്കിയാലോ? അമ്പലത്തിൽ നിൽക്കുന്ന ഒരാനയെ നോക്കിക്കാണുന്ന ഒരു കുട്ടി. ആ ആനയെക്കുറിച്ചുള്ള അവൻ്റെ നിഷ്കളങ്കമായ വിവരണമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കുട്ടി അമ്പലഗോപുര നടയിൽ നിൽക്കുന്ന ഒരു ആനക്കൊമ്പനെ കാണുന്നതിലൂടെ കവിത ആരംഭിക്കുന്നു. കുട്ടിക്കാലം മുതൽ ആനകളോട് തനിക്കൊരിഷ്ടമുണ്ടെന്ന് കുട്ടി പറയുന്നു. ആനയുടെ ശരീരഭാഗങ്ങളെ കൗതുകത്തോടെയാണ് കുട്ടി നിരീക്ഷിക്കുന്നത്. തുമ്പിൽ തുളയുള്ളതും വളഞ്ഞതുമായ തുമ്പിക്കൈ, മരക്കൊമ്പുകൾ ഒടിക്കാൻ വേണ്ട കഴിവ് ഈ തുമ്പിക്കൈക്കുണ്ട്. കാറ്റിലിളകുന്ന ചേമ്പില പോലെ വലിയ 2 കാതുകൾ, കരിങ്കൽ തൂണുകൾ പോലെ ഉറച്ചു നിൽക്കുന്ന കാലുകൾ. കുറുമ്പനായതുകൊണ്ട് ആനയുടെ കാലിൽ ഒരു വിലങ്ങിട്ടിട്ടുണ്ട്. ആനയുടെ രൂപവും ശക്തിയും കുട്ടി അത്ഭുതത്തോടെ വിവരിക്കുന്നു. അവിടെയുള്ള ആളുകൾ കൗതുകത്തോടെ ആനയെ നോക്കിക്കാണുന്നുണ്ടെന്നും അങ്ങനെ ആകപ്പാടെ ആനക്കൊമ്പനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും കുട്ടി പറഞ്ഞാണ് കവിത അവസാനിക്കുന്നത്. ആനയെ നിയന്ത്രിക്കാൻ കുറുവടിയുമായി ഒരു പാപ്പാനും അരികിൽ നിൽപ്പുണ്ട്. ഈ വരികൾ ആനയുടെ സ്വാതന്ത്ര്യമില്ലായ്മയും നിഷ്കളങ്കതയും എടുത്തു കാണിക്കുന്നുണ്ട്.